കോഴിക്കോട് താമരശ്ശേരി വനം വകുപ്പ് ഓഫീസ് കത്തിച്ച കേസ് അട്ടിമറിക്കാൻ അണിയറ നീക്കങ്ങൾ സജീവം. സാക്ഷികളായ വനപാലകരും പോലീസുകാരും കൂറുമാറിയതിന് പിന്നിൽ പ്രതികളെ രക്ഷിക്കാനാണ് എന്നാണ് ആരോപണം. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ ബിരുദ പ്രക്ഷോഭത്തിന്റെ മറവിലാണ് വനം വകുപ്പ് ഓഫീസ് കത്തിച്ചത്. 2013 നവംബർ 15-നാണ് താമരശ്ശേരി റേഞ്ച് ഓഫീസ് കത്തി നശിച്ചത്. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ താമരശ്ശേരി രൂപതയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മലയോര ഹർത്താലിന്റെ മറവിലായിരുന്നു അക്രമം. വനഭൂമി കയ്യേറ്റവും വന്യമൃഗവേട്ടയും ക്വാറിയും സംബന്ധിച്ച കേസുകളുടെ രേഖകൾ കത്തി നശിച്ചു. അക്രമികളുടെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു. ഈ കേസിലാണിപ്പോൾ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും 2 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും സിവിൽ പോലീസ് ഓഫീസറും കൂറുമാറിയത്. ഇതിനിടെ കേസ് ഡയറി കാണാതായതായി അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. 35 പേർ പ്രതികളായ തീവെപ്പ് കേസ് അട്ടിമറിക്കപ്പെടുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും പ്രതികളെ ഞങ്ങൾക്കറിയില്ല, തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ള ഭാഷ്യം വരുന്നത്. ഇത് ആസൂത്രിതമായിട്ട് ആ കേസിൽ സർക്കാർ തോറ്റുകൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ജീവനക്കാരെ സ്വാധീനിച്ചുകൊണ്ട് പ്രതിഭാഗം ചെയ്ത ഒരു ഗൂഢാലോചനയാണിത്. താമരശ്ശേരി രൂപത പ്രതിക്കൂട്ടിലായ കേസ് ആസൂത്രിതമായി സർക്കാർ തന്നെ അട്ടിമറിക്കുകയാണെന്നാണ് ആരോപണം. 4 ഉദ്യോഗസ്ഥർ പ്രതികൾക്ക് അനുകൂലമാവുന്ന രീതിയിൽ മൊഴി മാറ്റിയത് സർക്കാർ അറിവോടെയേ നടക്കുകയുള്ളൂവെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. മാറാട് പ്രത്യേക കോടതിയിൽ വിചാരണ തുടരുന്ന കേസ് സാക്ഷികളുടെ കൂറുമാറ്റത്തോടെ പ്രതിസന്ധിയിലായി. വനം വകുപ്പ് ഓഫീസ് കത്തിച്ച കേസിൽ വനപാലകർ തന്നെ കൂറുമാറുന്നതിന്റെ കള്ളക്കളികൾ പകൽ പോലെ വ്യക്തമാണ്. കേസുകൾ അട്ടിമറിക്കപ്പെടുമ്പോൾ സർക്കാർ തന്നെ ഇവിടെ പ്രതിക്കൂട്ടിലാവുകയാണ്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്.